നമുക്കൊരു ട്രേഡ് സെറ്റപ്പ് വന്നിരിക്കുന്നത് JK Cement ലിമിറ്റഡിലാണ്. ഇതാണ് ആ ഒരു ട്രേഡ് പ്ലാൻ. പക്ഷെ ഞാനിവിടെ നോക്കിയ സമയത്ത് നമുക്കുള്ളൊരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു റിസ്ക് റിവാർഡ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ, ഇത് 1:1.5 ഉള്ളൂ. ഇത് ഈ ഒരു പ്രീവിയസ് ഡേ ഹൈ ടാപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ എനിക്കൊരു റിസ്ക് റിവാർഡ് പ്രോപ്പർ ആകാത്തതുകൊണ്ടാണ്, അതായത് 500 രൂപ റിസ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഒരു 750 റുപ്പീസാണ്. അപ്പോൾ ഇതും സെറ്റപ്പ് ഓക്കെയാണ്. പക്ഷേ ഒരു ഇൻട്രാഡേ എന്ന് പറയുമ്പോൾ, ഇൻട്രാഡേ ചെയ്യുമ്പോൾ നമുക്കൊരു ഹയർ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഒരു ലോങ് റണ്ണിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി? അതുകൊണ്ട് ആ റിസ്ക് റിവാർഡ് അറ്റ്ലീസ്റ്റ് 1:2 ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇത് എക്സിക്യൂട്ട് ചെയ്തേനെ. പക്ഷേ ഇവിടെ 1.5 എന്നുള്ള റിസ്ക് റിവാർഡേ കിട്ടുന്നുള്ളത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ടോ, 1.46 എന്നുള്ള റിസ്ക് റിവാർഡേ നമുക്ക് ആ ഒരു ട്രേഡിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. സെറ്റപ്പ് ഓക്കെയാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ എല്ലാ റൂൾസും കൂടെ ഒന്ന് ഫുൾഫിൽ ആകുമ്പോൾ മാത്രമേ നമുക്കൊരു റിസ്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ക്യാപിറ്റലിൽ റിസ്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റപ്പോടൊപ്പം തന്നെ നമുക്കൊരു റിസ്ക് മാനേജ്മെന്റ് അറ്റ്ലീസ്റ്റ് 1:2 മുകളിൽ നമുക്കൊരു റിസ്ക് റിവാർഡ് ആ ഒരു ടാർഗറ്റ് സോൺ വരെ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ JK സിമെന്റിന്റെ ടാർഗറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട്, റൈറ്റ്. അപ്പം ഇത് നമ്മൾ ട്രേഡ് എടുക്കാഞ്ഞത് നമുക്കറിയാമായിരുന്നു ഇത് അപ്സൈഡിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ഹയർ പെർസെൻറ്റേജ് പ്രോബബിലിറ്റി ഉണ്ടായിരുന്നു ഇത് ഈ ലെവൽ ടാപ്പ് ചെയ്യാൻ വേണ്ടി. ഇത് ട്രേഡ് എടുക്കാഞ്ഞിട്ടും ഞാനിതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈറ്റ്, ട്രേഡിംഗ് ഒരിക്കലും ഒരു എൻട്രി SL ടാർഗറ്റ് മാത്രമല്ല, റൈറ്റ്. ഇവിടെ ഞാൻ എടുക്കാതിരുന്നത് എൻ്റെ റൂൾസ് ഫുൾഫിൽ ആകാഞ്ഞുകൊണ്ടാണ്. ഇപ്പം 100% ഷുവർ ഷോട്ട് ആണെന്നുണ്ടെങ്കിലും എന്നെ ഒരു ലോങ് റണ്ണിൽ പ്രോഫിറ്റബിളാക്കി നിർത്താൻ കപ്പാസിറ്റി ഉള്ളൊരു ഒരു ഫാക്ടർ എന്ന് പറയുന്നത് റിസ്ക് റിവാർഡ് തന്നെയാണ്, റൈറ്റ്. അതുകൊണ്ട് ഇവിടെ എനിക്കൊരു 1:1.5, അതായത് 1:2 എബോവ് എനിക്കൊരു റിസ്ക് റിവാർഡ് കിട്ടാഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ട്രേഡ് അവോയ്ഡ് ചെയ്തത്. അപ്പോൾ ആസ് എ ഗുഡ് ട്രേഡർ നമ്മളൊരു ട്രേഡ് നോക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ റൂൾസും ഫുൾഫിൽ ആയാൽ മാത്രമേ ആ ട്രേഡ് ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ 1-2 ദിവസം ഒരു ട്രേഡ് മിസ്സായെന്നും പറഞ്ഞ് യാതൊരുവിധ പ്രശ്നവുമില്ല. 1:2 എബോവ് നമുക്കൊരു റിസ്ക് റിവാർഡ് കിട്ടാത്തത് കൊണ്ട് അഗ്രസീവായിട്ട് ഞാൻ വേറൊരു ട്രേഡ് സെർച്ച് ചെയ്തതുമില്ല. മനസ്സിലായോ? പീസ്ഫുൾ ആയിട്ട് പേഷ്യൻസ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നമുക്ക് നാളെ ട്രേഡ് കിട്ടും. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ട്രേഡ് പ്ലാനും അനാലിസിസും. ഇതായിരുന്നു. അനാലിസിസ് വർക്കായി. നമ്മുടെ റൂൾസ് ഫോളോ ചെയ്യാഞ്ഞത് കൊണ്ടാണ് നമ്മളിതിൽ എൻട്രി എടുക്കാതിരുന്നത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.